ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫേസ് ടൂളാണ്. ഫേസ് ടൂൾ കിറ്റ് എന്ന് തന്നെ പറയാം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 250 രൂപയ്ക്ക് താഴെ ഉള്ളതാണ് എല്ലാ ഫേസ് ടൂൾസും 250 രൂപയ്ക്ക് താഴെയുള്ളതാണ്. നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനും ഭയങ്കര ചൂടല്ലേ, എനിക്ക് ഫാൻ ഇടാൻ പറ്റാത്തതുകൊണ്ടേ ഭയങ്കര ചൂട്. സാരമില്ല, കുറച്ച് ചൂടൊക്കെ സഹിക്കണം, എന്നാലേ നല്ല വീഡിയോസ് കിട്ടൂ. ഹെയർ സ്റ്റൈൽ അല്ല, ഞാൻ ആദ്യമായിട്ടല്ല ഇങ്ങനെ ഹെയർ സ്റ്റൈൽ ചെയ്തിട്ട് വീഡിയോ ചെയ്തതെന്തെങ്കിലും ഒന്നുമില്ല. അതിനകത്തെല്ലാം മിക്കവാറും ഞാൻ അഴിച്ചിടുമായിരിക്കും അല്ലേ, കിട്ടി വെക്കാറില്ലല്ലോ അങ്ങനെ. കൊള്ളാല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടു അല്ലേ? ഞാൻ ഇന്ന് സെറ്റ് ചെയ്ത് കേട്ടോ. എന്താ ഇതെല്ലാം ഞാൻ വരച്ചത്. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. സീരിയൽ ഞാൻ വരച്ച ഇതുണ്ടോ, ഇതെനിക്ക് 10th എൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ചുമ്മാ എടുത്ത് വെച്ചേ ഉള്ളൂ. ഇത് ഇതിനകത്ത് ഇരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ ചുമ്മാ ഇങ്ങനെ ഇതൊക്കെ സെറ്റ് ചെയ്തപ്പോൾ എടുത്തുകൊണ്ട് വന്നേ ഇങ്ങോട്ട്. ഇത് സീ ടെറേറിയം കേട്ടായിരുന്നു. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. കൊള്ളാവോ? എങ്ങനെയുണ്ട്? ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ കുറേ നേരം കൊണ്ട് വീഡിയോയിലോട്ട് പോകാമെന്ന് പറയുന്നുണ്ട്, ഇതുവരെ പോകാൻ പറ്റിയില്ല. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം നമ്മുടെ ഫസ്റ്റ് ടൂൾ എന്ന് പറയുന്നത് ഇത് വേണം. ഇത് ബ്ലാക്ക് ഹെഡ് റിമൂവർ നോ സ്ട്രിപ്സ് ആണ്. ഗ്രീൻ ടീയുടെ കേട്ടോ. ഇതിൻ്റെ തന്നെ ഒരെണ്ണോടുണ്ട്. ഇത് അലമാരി എടുത്തിരിക്കുക, ഒന്നും എടുത്തില്ല. ഇതാ ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്, ഞാൻ 2 വട്ടം യൂസ് ചെയ്തിട്ടുണ്ട്. ഇതായത് നോ സ്ട്രിപ്സ്. ഇതിൻ്റെ അകത്തിൽ 8 സ്ട്രിപ്പ് ഉണ്ട്. ഇതിൻ്റെ വില വന്നിട്ട് 250 രൂപയാണ്. പക്ഷേ നമുക്ക് ഓഫറിൽ 2 എണ്ണം വാങ്ങിക്കുമ്പോൾ 250 രൂപയ്ക്ക് കിട്ടുമായിരുന്നു. അങ്ങനെ വാങ്ങിയതാണ് ഇത് ഞാൻ ട്രെൻഡ്സിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇത് നമുക്ക് കണ്ടോ, ഇത് ഇങ്ങനെ തുറന്നിട്ട് ഈ സാധനം ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ച് കൊടുത്തിട്ട് ആദ്യം നമ്മൾ വെള്ളം ഒഴിക്കണം കേട്ടോ. ആദ്യം നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ച് കൊടുത്തിട്ട് നമുക്ക് എടുത്ത് കുറേ നേരം കഴിഞ്ഞിട്ട്, കുറേ നേരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 മുതൽ 15 മിനിറ്റ് 10-15 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് എടുത്ത് കളയാം. പതുക്കെ ഇങ്ങനെ വലിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ബ്ലാക്ക് ഹെഡ്സ് എല്ലാം നല്ലതായിട്ട് റിമൂവ് ആവും. നല്ല ബെസ്റ്റ് പ്രൊഡക്റ്റ്. എനിക്ക് ഒത്തിരി ബ്ലാക്ക് ഹെഡ്സ് ഒന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒന്നും യൂസ് ചെയ്യത്തില്ല. വല്ലപ്പോഴൊക്കെ എനിക്ക് ആവശ്യം വരുമ്പോൾ യൂസ് ചെയ്യും. ഇതിലൊക്കെ ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അപ്പം ഞാൻ യൂസ് ചെയ്യും. ഓക്കെ, അപ്പം നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇത് റോളറാണ്. ഇത് ഗുവാഷായ. അപ്പോൾ നമുക്ക് ഈ ഗുവാഷായുടെയും റോളറിൻ്റെ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റോളർ നമുക്കിതാ ഈ വലിയ ഭാഗം കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയൊക്കെ നമുക്ക് ഫേസ് തൊടേണ്ട കാര്യമില്ല. എന്തെങ്കിലും മസാജൊക്കെ കൊടുക്കാൻ വെച്ചിട്ട് ഈ കുഞ്ഞ് സാധനം വെച്ചിട്ട് കണ്ണിൻ്റെ അടിയിലും ഇത് ഇവിടെയൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഇങ്ങനെ ഇവിടെ അല്ല, ഇവിടെയൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് യൂസ് ചെയ്യുവാണെങ്കിൽ നല്ല തണുപ്പായിരിക്കും. നമ്മുടെ കണ്ണിനൊക്കെ ഭയങ്കര കൂളിംഗ് ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും സെറവൊക്കെ ഉണ്ടല്ലോ, സെറവൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇത് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് അബ്സോർബ് ചെയ്യും, കുറച്ചുകൂടെ നല്ല എഫക്റ്റ് കിട്ടും. അതായത് ഇങ്ങനെ ചെയ്യാം. ഈ ജോ ലൈനൊക്കെ നമുക്ക് ക്ലിയർ ആക്കാം. അതേപോലെ തന്നെ ഇവിടുത്തെ കണ്ടോ റിങ്കിൾസ് ഇതൊക്കെ മാറ്റാൻ നല്ലതാണ്. ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി.
നമ്മുടെ ജോലൈന് അതേപോലെ തന്നെ നമ്മുടെ മുഖത്തിൻ്റെ ഷേപ്പ് തന്നെ ഒത്തിരി ചാടി കിടക്കുന്ന മുഖമൊക്കെ ഉണ്ടല്ലോ, നല്ല വിരുത്തിട്ട്, എൻ്റെ അത്യാവശ്യം വിരുത്തിട്ടുള്ള മുഖം, എനിക്കിത് ഇഷ്ടമാണ്. ഞാൻ ഒത്തിരി ഇതായി കഴിഞ്ഞാൽ എൻ്റെ ഭംഗിയൊന്നും കാണത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ചബ്ബിയായിട്ടിരിക്കുന്നത് മുഖം. അല്ലെങ്കിൽ ഇപ്പം ഞാൻ പൊതുവേ കുറച്ച് വണ്ണം വെച്ചിട്ട്, ഇതെന്താ പൊട്ടിൻ്റെ കേട്ടോ, പൊതുവേ ഞാൻ കുറച്ച് വണ്ണം വെച്ചിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ നമുക്കിനി അടുത്ത പ്രൊഡക്റ്റിലേക്ക് പോകാം. അടുത്ത പ്രൊഡക്റ്റ് ഏതെടുക്കണം? ഇതറിയാത്ത ആൾക്കാർ കാണുമോ? ഇത് ഐബ്രോ റീസർ. ഇത് 3 എണ്ണം ഉണ്ട് കേട്ടോ, ഞാൻ വാങ്ങിയതിൻ്റെ അതി 3 എണ്ണം ഉണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡിസ്ക്രിപ്ഷൻ ഞാൻ ഈ പ്രൊഡക്റ്റിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതിൽ 3 എണ്ണം ഉണ്ട് കേട്ടോ. സാധനം സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. 163 രൂപയാണ് ഇതിന്. വാങ്ങിച്ചപ്പോൾ കുറച്ചുകൂടെ റേറ്റ് കൂടുതൽ, നല്ല റേറ്റിങ്ങോടെ നോക്കിയിട്ടൊക്കെയാണ് ഞാൻ വാങ്ങിയത്. അല്ലാണ്ട് 100 രൂപയുടെയും 100 രൂപയ്ക്ക് താഴെയുള്ളതും ഒക്കെ ഉണ്ട്. ഇങ്ങനെ ജസ്റ്റ് ഇതാ ഇവിടെ ഇതൊക്കെ ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഷേപ്പ് ചെയ്യാം നമ്മുടെ ഐബ്രോസ്. ഞാൻ ഇപ്പോഴാണ് ഈ അടുത്ത സമയം. പിന്നെ ഇതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ നമുക്ക് പാർലറിൽ പോകണ്ട, എപ്പോഴും പാർലറിൽ പോകണ്ട. ജസ്റ്റ് ആദ്യം ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ത്രെഡ് ചെയ്യാനായിട്ടാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ത്രെഡ് ചെയ്യുമ്പോൾ അത്രയും സ്കിന്ന് വലിയും, അല്ലെങ്കിലും ത്രെഡ് ചെയ്യുമ്പോൾ ഈ അലർജിയൊക്കെ ഉള്ളവർക്ക് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ത്രെഡ് ചെയ്യുവാണെങ്കിൽ അലർജിയൊക്കെ മാറുമല്ലോ. പക്ഷേ ത്രെഡ് ചെയ്യുമ്പോൾ ഭയങ്കര വേദനയല്ല, എനിക്ക് പറ്റത്തതേ ഇല്ല. അപ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ കുടുകൂടാന്ന് വെള്ളം വരും. അതുകൊണ്ട് ഞാൻ ത്രെഡ് ചെയ്യാറില്ല. ഇപ്പോൾ ഒരു 2-3 മാസം മുമ്പ് വരെ ഞാൻ ത്രെഡ് ചെയ്യുമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഞാൻ ത്രെഡ് ചെയ്യാറില്ല. ഞാൻ ജസ്റ്റ് ഇത് വാങ്ങിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കിളിച്ചൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കറിയാമല്ലോ, നമ്മൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം. ചിലയിടത്ത് ത്രെഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടത്തിനായിരിക്കും എടുക്കുന്നത്. ചിലത് വലുതായിരിക്കും, ചിലത് കൊച്ചതായിരിക്കും, ചിലത് വള്ളം പോലെ ഇരിക്കും, ചിലതല്ലാതിരിക്കും. അങ്ങനെ പല മിസ്റ്റേക്കുകളൊക്കെ അവർക്ക് വരാമല്ലോ. അപ്പോൾ നമ്മൾ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയതല്ലേ എന്ന് തോന്നത്തതേ ഉള്ളൂ. അതുകൊണ്ട് ഇത് ബെസ്റ്റ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് വെച്ചിട്ട് ഞാൻ ഫേസിലെ ഹെയറൊക്കെ റിമൂവ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ചൊറിച്ചിലൊക്കെ വന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ഫേസിലെ ഹെയർ റിമൂവ് ചെയ്യാൻ പറയത്തില്ല. ഐബ്രോസ് റിമൂവ് ചെയ്യാനായിട്ട് ബെസ്റ്റാണ്, നല്ലതാണ് ഐബ്രോസ് റിമൂവ് ചെയ്യുമ്പോൾ. പക്ഷെ നമുക്കൊരു നീറ്റലുണ്ടാവും. അതിപ്പോൾ നമ്മൾ ത്രെഡ് ചെയ്താൽ ഒരു നീറ്റലുണ്ടാവുമല്ലോ. ആ നീറ്റൽ ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി പക്ക പെർഫെക്റ്റ് പ്രൊഡക്റ്റാണ്. ഇനി നമ്മുടെ പ്രൊഡക്റ്റ് ഇത് മാർസിൻ്റെ കേട്ടോ. മാർസുകാരുടെ ഡെർമാ റോളർ. ഫേസിൽ ഈ ചെറിയ സ്കാൾസും പിമ്പിൾസ് വന്നിട്ടുണ്ടായിരിക്കുന്ന സ്കാൾസൊക്കെ ഇല്ലേ, അതൊക്കെ മാറ്റാനായിട്ടൊക്കെ നല്ലതാണ്. ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അത്യാവശ്യം ഇച്ചിരി ഇതിൽ കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ അകത്തിൽ വന്നിരിക്കുന്നതെല്ലാം 0.2 മില്ലിമീറ്ററുള്ള മില്ലിമീറ്ററാണോ ആണെന്ന് തോന്നുന്നു കേട്ടോ. എന്താണെങ്കിലും നാനോ നീഡിൽസാണ്, ടൈറ്റാനിയം നീഡിൽസാണ്. ടൈറ്റാനിയം നീഡിൽസ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. റേറ്റ് ഇത്രയും കുറവ് വരുമ്പോൾ നമ്മൾ വിചാരിക്കും പോരാ, പക്ഷേ ഇത് ബെസ്റ്റ് ആയിട്ട് വൺ ഓഫ് ദി ബെസ്റ്റ് പ്രൊഡക്റ്റാണ്. റേറ്റും കുറവാണ്. ഇതിലെല്ലാം ഒരേ ലെവലിൽ തന്നെയാണ്, ഒരേ അളവിൽ തന്നെയാണ് ഇട്ടേക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 94 രൂപയുള്ളൂ. ഞാൻ പറഞ്ഞ റേറ്റ് ഇത്രയും കുറവാണെന്ന് വിചാരിച്ച് നമ്മൾ മേടിക്കണം. ഇതിൽ കൊടുത്തിരിക്കുന്ന റേറ്റ് 449 രൂപയാണ്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ ഓഫർ വന്നപ്പോൾ വാങ്ങിയതാണ്. ഇത് നമ്മൾ ഡെർമ റോൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 2 hours എങ്കിലും നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുക. ഫേസിലേക്ക് വേറൊന്നും ഡെർമ റോൾ ചെയ്യുമ്പോൾ പെട്ടെന്നുള്ളതിൻ്റെ സ്മൂത്തായിട്ടുള്ള ആ ഒരു മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും സെറവോ അല്ല അപ്ലൈ ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്ന സെറം ഇല്ല കേട്ടോ, പിൽഗ്രിമിൻ്റെ സെറവാണ്. ഇത് ബ്രൈറ്റനിങ് സെറം കൂടെയാണ്. ഗസ്റ്റ് വെളുത്തിരിക്കണമെന്നുള്ളതുകൊണ്ട് ഞാൻ അത് യൂസ് ചെയ്യുന്നു എന്നുള്ളൂ. അപ്പോൾ സെറോഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല എഫക്റ്റാണ്. പെട്ടെന്ന് തന്നെ അതിൻ്റെ തെന്നി അങ്ങ് പോവുകയും ചെയ്യും, നല്ല റോളിങ് കിട്ടും. പിന്നെ എന്താ നമുക്ക് ഭയങ്കര ഇക്കിളി വീഴും കിട്ടിയത് ഇങ്ങനെ ചെയ്യുമ്പോൾ. അതേ ഉള്ളൂ. ഞാൻ ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇനിയുള്ള പ്രൊഡക്റ്റ് നിങ്ങൾ ഞെട്ടും കണ്ട, അത്രക്കുള്ളൊരു പ്രൊഡക്റ്റാണ്. എന്താണെന്നുണ്ടേ
ടവൽ. യെസ്, ടവൽ. ഇതുകൊണ്ട് ഒത്തിരി ഉപയോഗങ്ങളുണ്ട്. നല്ല മഴയ്ക്കുള്ള കാറ്റൊക്കെ വരുന്നത്. ഇതുകൊണ്ട് നമുക്ക് ഒത്തിരി ഉപയോഗങ്ങളുണ്ട്. എന്തൊക്കെയാണ് ടവൽ കൊണ്ടുള്ള ഉപയോഗങ്ങൾ? ഇതിങ്ങനെ വെക്കാം, ഇങ്ങനെ വെക്കാം, ഇങ്ങനെ വെക്കാം. പിന്നെ നല്ല കാറ്റ് വരുന്നതിന് മുമ്പ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം, അല്ലെങ്കിൽ ഇപ്പോഴാണ് കറണ്ട് പോകുന്നതെന്ന് പറയാൻ പറ്റില്ല, പിന്നെ നമുക്ക് ഒരു രക്ഷയും കിട്ടത്തില്ല. ഓക്കെ, അപ്പം നമുക്ക് ടവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര രൂപ ഉണ്ടാവും? ഒരു 2 രൂപ, 3 രൂപ, 4 രൂപ, ഒരു 5 രൂപ. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ടവൽ. നമ്മൾ പുതിയതായിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്ന ടവൽ നമ്മളൊന്നിനും യൂസ് ചെയ്യരുത്. ഒന്ന് കഴുകിയിട്ടൊക്കെ എടുക്കുന്ന ടവൽ നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ നമുക്ക് ഇങ്ങനെ വിയർപ്പ് തുടയ്ക്കാം. പിന്നെ വേണമെങ്കിൽ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഒരു ഐസൊക്കെ, ഒരു ഐസിൻ്റെ ട്രേ ഒക്കെ വന്നിട്ട്, ആ സാധനത്തിൻ്റെ പേര് എനിക്കറിയത്തില്ല, ഞാൻ മറന്നുപോയി. അപ്പോൾ നമുക്ക് ഇതിനകത്തിൽ നമ്മൾ ഐസ് ക്യൂബ്സ് ആക്കിയിട്ട് ഒരു ക്യൂബ് എടുത്ത്, അല്ലെങ്കിൽ 2 ക്യൂബ് എടുത്തിൻ്റെ അകത്തിലിടുക. ഇങ്ങനെ അങ്ങോട്ട് പിടിക്കുക, എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് വെക്കുക, എന്നിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫേസാണ് ഒത്തിരി റഫാക്കല്, കുറച്ച് റഫായിട്ടുള്ള മെറ്റീരിയലാണ്. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് പതുക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. കേട്ടോ, പതുക്കെ ചെയ്ത് കൊടുത്താൽ മതി. അല്ലാതെ ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് സ്കിന്നൊക്കെ ഇങ്ങനെ വലിഞ്ഞ് പൊത്തതേ ഉള്ളൂ. അത് വേണ്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ തൊട്ട് കൊടുക്കുക. കയ്യിലൊക്കെ പിടിക്കുമ്പോൾ ഐസല്ലേ, നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ മരവിച്ച് പോകും. പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ ഐസൊക്കെ പിടിച്ച് നോക്കണം കേട്ടോ. അങ്ങനെയുള്ളവർക്ക് ഡെലിവറി പെയിൻ അത്രയ്ക്ക് കുറയുമെന്നാണ്, അവർക്ക് അത്രയും വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുമെന്നാണ് ആരൊക്കെയോ പറഞ്ഞേക്കുന്നത്, ഞാൻ ഇവിടെ വായിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രൊഡക്റ്റൊക്കെ കഴിഞ്ഞു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.